ഹായ് ഓൾ, ഹിഡൻ ടോക്സ് 365ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം KJ. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് UK-യിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ പല സ്ഥാപനങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ ലാഭമില്ലാത്തത് കൊണ്ട് അടച്ചുപൂട്ടുകയാണ്. നമുക്കറിയാം, വിൽക്കോ എന്ന് പറയുന്ന ഷോപ്പിംഗ് ബ്രാൻഡ്, അതിൻ്റെ ഏകദേശം 400+ ഷോപ്പുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് ആണ് 2023-ൽ ഇവിടെ നഷ്ടം കാരണം അടച്ചുപൂട്ടിയത്. അതുപോലെ പല സ്ഥാപനങ്ങളുടെയും പല ബ്രാഞ്ചസും അടച്ചുപൂട്ടുന്നു. ചില സ്ഥാപനങ്ങൾ ഫുള്ളായിട്ട് അടച്ചുപൂട്ടുന്നു. ഇപ്പോൾ ഇവിടുത്തെ വലിയൊരു ഗ്രോസറി ഡെലിവറിയുടെ സർവീസ് നടത്തുന്ന ഹലോ ഫ്രഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഈ വർഷമാണ് പൂട്ടിയത്. അപ്പോൾ അതുപോലെ പല യൂണിവേഴ്സിറ്റികളിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ വരുന്നത് കുറഞ്ഞതുകൊണ്ട് യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന പലരുടെയും ജോലി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ജോലികൾ നഷ്ടമാകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള വളരെയധികം ആളുകളാണ് ഇവിടെ ജോലി ഇല്ലാതാവുന്നത്. അപ്പം ഇങ്ങനെ ജോലി നഷ്ടമാകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അടച്ചുപൂട്ടുന്നത് കൊണ്ട് ജോലി നഷ്ടമാകുന്ന ആളുകൾക്ക് ഇവിടുത്തെ UK ഗവൺമെന്റ് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ജോലി നഷ്ടമാകുമ്പോൾ അവർക്ക് ഈ സ്ഥാപനം കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് ആനുകൂല്യങ്ങൾ, അതിന് പറയുന്നതാണ് റിഡൻഡൻസി പേ അല്ലെങ്കിൽ റിഡൻഡൻസി എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനം അടച്ചു പൂട്ടുന്നത് കൊണ്ട് അവിടുത്തെ ജോലിക്കാർക്ക് ജോലി നഷ്ടമാകുകയാണെങ്കിൽ അവർ റിഡൻഡൻ്റ് ആയിട്ട് മാറും, എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ഇല്ലാതാകും. അതുകൊണ്ട് ഈ സ്ഥാപനം അവിടെ ജോലി ചെയ്ത ആളുകൾക്ക് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവരുടെ പോസ്റ്റിനനുസരിച്ച് അവർക്ക് റിഡൻഡൻസി പേ നൽകണം എന്നാണ് UK ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ റിഡൻഡൻസി എമൗണ്ട് കിട്ടാൻ പോകുന്നത്, അവിടെ ജോലി ചെയ്ത ആളുകൾക്ക്, ഒരു അടച്ചുപൂട്ടുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളുകൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റാറ്റ്യൂട്ടറി റിഡൻഡൻസി പേ എന്നാണ് ഇതിന് പറയുന്നത്. UK ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ഈ റിഡൻഡൻസി പേ കിട്ടണമെങ്കിൽ. അതായത് സ്ഥാപനം അടച്ചു പൂട്ടുന്നത് കൊണ്ട് ആയിരിക്കണം ഈ ആളുകൾക്ക് ജോലി നഷ്ടമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ റിഡൻഡൻസി പേ കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ റിഡൻഡൻസി പേ ഒരു എംപ്ലോയിക്ക് കിട്ടണം എങ്കിൽ ആ എംപ്ലോയി അവിടെ 2 വർഷമോ അതിനു മുകളിലോ ജോലി ചെയ്തിരിക്കണം. ഇപ്പം 2 വർഷത്തിൽ കുറവ് ജോലി ചെയ്ത, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 വർഷവും 11 മാസവും ജോലി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടും ഈ റിഡൻഡൻസി പേക്ക് എലിജിബിൾ ആവത്തില്ല. നമ്മൾ 2 വർഷം അവിടെ പൂർത്തീകരിച്ചിരിക്കണം നമ്മൾ ജോയിൻ ചെയ്തിട്ട്. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ പൂർത്തീകരിച്ച ആളുകൾക്ക് അവരുടെ ഏജിനനുസരിച്ച് ഈ റിഡൻഡൻസി എമൗണ്ട് കിട്ടുന്നതാണ്. അതിനകത്ത് 3 കണ്ടീഷനാണുള്ളത്. 22 വയസ്സിൽ 22 ഇയേഴ്സിന് അണ്ടറിലുള്ള ആളുകളാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവർ എത്ര വർഷം വർക്ക് ചെയ്തോ അത് ഓരോ വർഷത്തിനും ഹാഫ് വീക്കിന്റെ പേയ്മെന്റ് എത്രയാണോ അത്രയും വെച്ച് കിട്ടും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അവർ 3 വർഷം വർക്ക് ചെയ്തെങ്കിൽ ഈ പറയുന്ന ഓരോ വർഷത്തിനും ഹാഫ് വീക്ക് എന്ന രീതിയിൽ 1.5 വീക്ക്, അതായത് 3 വർഷം ആകുമ്പോൾ 1.5 ആഴ്ചത്തെ പേയ്മെന്റ് അവർക്ക് റിഡൻഡൻസി എമൗണ്ട് ആയിട്ട് കിട്ടും. ഇനിയും 22 വയസ്സോ അല്ലെങ്കിൽ 41 വയസ്സിന് താഴെയുമാണെങ്കിൽ, 22 വയസ്സിനും 41 വയസ്സിൽ താഴെയുമുള്ള ആളുകൾ, ആ ഏജ് ഗ്യാപ്പിൽ വരുന്നവർക്ക് അവർ എത്ര വർഷം വർക്ക് ചെയ്തോ അതിൽ ഓരോ വർഷത്തിനും ഓരോ വീക്കിന്റെ സാലറി വെച്ച് റിഡൻഡൻസി എമൗണ്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ഏജിലുള്ളവരാണെങ്കിൽ 3 വർഷം വർക്ക് ചെയ്താൽ അവർക്ക് 3 ആഴ്ചത്തെ പേയ്മെന്റ് കിട്ടും. ഇനിയും 41 വയസ്സും അതിന് മുകളിലോട്ടുള്ളവരുമാണെങ്കിൽ ഈ പറയുന്ന 1.5 ആഴ്ചത്തെ പേയ്മെന്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ 3 വർഷം അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 4.5 ആഴ്ചത്തെ, ഒരു വർഷത്തിന് 1.5 ആഴ്ച എന്ന കണക്കിൽ 3 വർഷമായപ്പോൾ 4.5 ആഴ്ചത്തെ അവരുടെ സാലറി കിട്ടും. അപ്പം ഇതാണ് 3 ഏജ് ഗ്യാപ്പ്. ഇങ്ങനെയാണ് റിഡൻഡൻസി എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇതിൽ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. ഇനിയും പക്ഷേ ഈ ഗവൺമെന്റ് ഇവരുടെ ലെങ്ത് ഓഫ് സർവീസ് ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. 20 ഇയേഴ്സ് ആയിട്ട് അവർ ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കിട്ടത്തില്ല. 20 ഇയേഴ്സ് വരെ ഇവർ മാക്സിമം കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന എമൗണ്ട് ഏറ്റവും മാക്സിമം നമുക്ക് കിട്ടുന്നത് 21,570 ആയിരിക്കും. അതിന് മുകളിലോട്ട് കിട്ടത്തില്ല. അത്രയുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും മാക്സിമം എമൗണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു ഹാഫ് വീക്കോ അല്ലെങ്കിൽ 1 വീക്കോ അല്ലെങ്കിൽ 1.5 വീക്കോ ആണ് കിട്ടുന്നത്. ഈ വീക്കിലി എമൗണ്ടിനും അത് ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മാക്സിമം കിട്ടുന്നത് 719 £719 ആയിരിക്കും ഒരാഴ്ചത്തെ സാലറി കിട്ടാവുന്ന ഏറ്റവും മാക്സിമം.
അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സാലറി ഒരാഴ്ച കിട്ടുന്ന ആളാണെങ്കിലും ഈ റിഡൻഡൻസി പേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 719 അതായത് 719 പൗണ്ട് മാത്രമേ നമുക്ക് ആഴ്ചത്തെ സാലറി ആയിട്ട് പേ ആയിട്ട് കിട്ടത്തുള്ളൂ, റിഡൻഡൻസി പേ. ഇത് ഈ 6th April 2025 മുതലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്കാണ്. അതിന് മുമ്പേ റിഡൻഡന്റ് ആയവർക്ക് മേ ബി ഇതിലും കുറവായിരിക്കും കിട്ടിയത്. എന്നാൽ ഈ 6th April 2025 മുതൽ ഇനി റിഡൻഡന്റ് ആയിട്ട് ജോലി നഷ്ടമാകുന്നവർക്ക് ഇതാണ് കിട്ടാൻ പോകുന്നത്. ഇനിയും ഈ റിഡൻഡൻസി പേ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ തന്നെ ഒരു റിഡൻഡൻസി പേ കാൽക്കുലേറ്റർ കിടപ്പുണ്ട്. അതായത് www.gov.uk/calculate your redundancy pay എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഡൻഡൻസി പേ കാൽക്കുലേറ്റർ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ റിഡൻഡന്റ് ആകാൻ പോകുന്ന ഡേറ്റ്, നമ്മൾ ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത ഡേറ്റ്, നമ്മളവിടെ ടോട്ടൽ എക്സ്പീരിയൻസ് എത്ര നാൾ വർക്ക് ചെയ്തു എന്ന് കൊടുക്കുക, അതുപോലെ നമ്മുടെ വീക്ക്ലി സാലറിയും കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിഡൻഡൻസി പേ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം പറയാനുള്ളത്, ഈ സ്റ്റാറ്റ്യൂട്ടറി റിഡൻഡൻസി പേ ടാക്സ് വരുന്നതല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ടാക്സബിൾ ആണ്. ഇപ്പം ടാക്സ് ഇതിൽ നിന്നും പിടിക്കുന്നതല്ല നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഈ റിഡൻഡൻസി പേയിൽ നിന്ന്. ഇനി ഞാൻ ഇവിടെ പറയുന്നത് ഒരു എക്സാമ്പിൾ വെച്ച് ഈ പറയുന്ന എത്രമാത്രം റിഡൻഡൻസി പേ കിട്ടും എന്നാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് എംപ്ലോയീസിനെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് വീക്ക്ലി സാലറി കിട്ടുന്ന എംപ്ലോയീസും അതുപോലെ മന്ത്ലി സാലറി കിട്ടുന്ന എംപ്ലോയീസും. അപ്പോൾ UK 2 രീതിയിലുണ്ട്, വീക്ക്ലി സാലറി കിട്ടുന്നവരുമുണ്ട്, മന്ത്ലി സാലറി കിട്ടുന്നവരുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 രീതിയിലുള്ളവരുടെയും ഓരോ കാൽക്കുലേഷൻ എക്സാമ്പിൾ കണ്ടു നോക്കാം. ഇനി വീക്ക്ലി സാലറീഡ് ആണ് എങ്കിൽ നമുക്ക് ആഴ്ചയിൽ നമുക്ക് സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നു. ഒരു എംപ്ലോയി 45 ഇയേഴ്സ് ഏജ് ഉള്ള എംപ്ലോയി 15 ഇയേഴ്സ് ഒരു കമ്പനിയിൽ സർവീസ് ചെയ്തു. അപ്പം ആ ആളുടെ വീക്ക്ലി സാലറി എന്ന് പറയുന്നത് 500 പൗണ്ട് ആയിരുന്നു. അപ്പം എങ്ങനെയാണ് ആ ആളുടെ സ്റ്റാറ്റ്യൂട്ടറി റിഡൻഡൻസി പേ എത്രമാത്രമാണ് അയാൾക്ക് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം 15 വർഷം ആയതുകൊണ്ട് തന്നെ 2 ഇയേഴ്സിൽ കൂടുതൽ അവിടെ വർക്ക് ചെയ്തു. അപ്പം റിഡൻഡൻസി പേക്ക് എലിജിബിൾ ആണ്. കമ്പനി ക്ലോസ് ആകുകയാണ്, അപ്പോൾ റിഡൻഡന്റ് ആകുകയാണ്. അല്ലെങ്കിൽ കമ്പനി നഷ്ടത്തിലായതുകൊണ്ട് ഇവരെ കമ്പനിയായിട്ട് കുറച്ച് പേരെ ഒഴിവാക്കുകയാണ്, അപ്പോഴും അവർ റിഡൻഡന്റ് ആവുകയാണ്. അപ്പോൾ ഇതിന് എലിജിബിൾ ആണ്. അപ്പോൾ 15 ഇയേഴ്സ് ജോലി ചെയ്തത് കൊണ്ടും ആ ആളുടെ ഏജ് 45 ആയതുകൊണ്ട് തന്നെ 41 ഇയേഴ്സിൽ കൂടുതലാണ്. അപ്പോൾ 41 അതിന് മുകളിലോ ആണെങ്കിൽ ഓരോ വർഷത്തിനും 1.5 ആഴ്ചത്തെ പേ എന്ന രീതിയിൽ കിട്ടും. അപ്പോൾ 15 ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ 1.5 വീക്ക് വെച്ച് നോക്കുമ്പോൾ, അതായത് 41 ഇയേഴ്സ് എബോവ് ആയതുകൊണ്ട് 22.5 വീക്സിന്റെ പേ അയാൾ റിഡൻഡന്റ് ആകുമ്പോൾ അയാൾക്ക് കിട്ടും. അപ്പം ഈ 22.5 വീക്സിന്റെ പേ എന്ന് പറഞ്ഞാൽ ഒരു വീക്കിൽ 500 പൗണ്ട് ആണ് കിട്ടുന്നത്. അത് 790ലും താഴെയാണ് പുള്ളിക്കാരന് കിട്ടിക്കൊണ്ടിരുന്ന സാലറി. അപ്പോൾ തീർച്ചയായിട്ടും 22.5നെ 500 കൊണ്ട് നമ്മൾ 500 പൗണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ആൾക്ക് കിട്ടുന്ന മണി എന്ന് പറയുന്നത് 11,250 പൗണ്ട് ആയിരിക്കും റിഡൻഡന്റ് ആകുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതേ സംഭവം ഈ 41 ഇയേഴ്സിൽ താഴെ എന്നാൽ 22 ഇയേഴ്സിന് എബവും ആയിരുന്നു എങ്കിൽ ഈ 15 ഇയേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഓരോ വർഷത്തിനും ഓരോ ആഴ്ച വെച്ചേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 15 വീക്സിന്റെ പേയെ കിട്ടത്തുള്ളായിരുന്നു. അതാണ് അതിനകത്തെ വ്യത്യാസം. അല്ല ഇനിയും 22 ഇയേഴ്സിന് കുറവാണെങ്കിൽ ഓരോ വർഷത്തിനും അര ആഴ്ച വെച്ചേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 15 വർഷം വർക്ക് ചെയ്തെങ്കിൽ 7.5 വീക്സേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ ഒരിക്കലും 22 ഇയേഴ്സ് ആയ ഒരാൾക്ക് 15 വർഷം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. 18 ഇയേഴ്സ് മുതലാണ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെ പല കമ്പനികളിലുമൊക്കെ 18 ഇയേഴ്സ് മുതൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഏജിൻ്റെ എക്സ്പീരിയൻസേ വരത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും മന്ത്ലി സാലറീഡ് ആണ് എങ്കിൽ എങ്ങനെ നോക്കാം. മന്ത്ലി സാലറീഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു 38 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കമ്പനിയിൽ 10 ഇയേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ മന്ത്ലി അയാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 5,000 പൗണ്ട് ആണ്. അപ്പം ആ കമ്പനി ക്ലോസ് ചെയ്തല്ലേ ആ ജോലി റിഡൻഡന്റ് ആയെങ്കിൽ എങ്ങനെയാണ് റിഡൻഡൻസി പേ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഈ മന്ത്ലി സാലറിയെ വീക്ക്ലി സാലറി എത്രയുണ്ട് എന്ന് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ആവറേജ് എടുക്കുന്നത് ഒരു മന്തിൽ 4.33 വീക്സ് ഉണ്ട് എന്ന കണക്കിലാണ്. അപ്പോൾ മന്ത്ലി സാലറി ആയ 5,000നെ ഈ 4.33 വീക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അയാളുടെ വീക്കിലെ സാലറി നമുക്ക് കാണാൻ പറ്റും 1,155.06 ആണ് പെർ വീക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി.
പക്ഷേ ഗവൺമെന്റിന്റെ ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ അത് 719ലും എബവ് ആണ്. അപ്പോൾ അവിടെ ആ ക്യാപ്പ് അപ്ലൈ ചെയ്യാം. അപ്പം ഈ 719 ഇത് മാറും. കാരണം റിഡൻഡൻസി പേ അതിൽ കൂടുതൽ കൊടുക്കാനുള്ള ലോ ഇല്ല. അപ്പം ഈ ആളുടെ ഏജ് 38 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 22 ഇയേഴ്സിനും 41 ഇയേഴ്സ് താഴെയുമാണ്. ആ ഗ്യാപ്പിൽ വരുന്ന ആളായതുകൊണ്ട് തന്നെ ഓരോ വർഷത്തേക്കും ഓരോ ആഴ്ചത്തെയാണ് സാലറി കിട്ടുന്നത്. അപ്പൊ 10 ഇയേഴ്സ് ആകുമ്പോൾ 10 വീക്സിന്റെ പേ ആണ് കിട്ടുന്നത്. പക്ഷെ ഒരു വീക്കില് 719 കിട്ടത്തുള്ളൂ. എത്രയും കൂടുതൽ സാലറി കിട്ടിക്കൊണ്ടിരുന്ന ആളാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ ക്യാപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ 719 വെച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ 719 ഇൻറ്റു 10 ചെയ്താൽ 7190 പൗണ്ട് ആണ് ഈ മന്ത്ലി സാലറീഡ് ആയിട്ടുള്ള ആൾക്ക് കിട്ടാവുന്ന എമൗണ്ട്. ഇനി ഇതേ സാധനം 42 ഇയേഴ്സിന് എബവ് ആയിരുന്നെങ്കിൽ ഈ 10 ഇയേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 വീക്സിന്റെ കിട്ടുമായിരുന്നു. എന്നാൽ 22 താഴെയുള്ളവർക്ക് ഹാഫ് വീക്ക് വെച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് റിഡൻഡൻസി പേ. അപ്പം നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏജും നിങ്ങളുടെ വർക്ക് ചെയ്ത നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇയേഴ്സും ആ സ്ഥാപനത്തിലെ വെച്ച് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ക്യാപ്പും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 719 പൗണ്ടിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വീക്കിലെ കിട്ടത്തില്ല. അങ്ങനെയാണ് നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടത്. ഇനിയും ഈ പറയുന്ന റിഡൻഡൻസി പേ കിട്ടുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളൂടെ ഗവൺമെന്റ് പറയുന്നുണ്ട് നിങ്ങളുടെ അവകാശമായിട്ട്. അതായത് അവിടെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ഥാപനം പൂട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നഷ്ടം കൊണ്ടോ ആളുകളുടെ ജോലി നഷ്ടമാകുകയാണെങ്കിൽ ആ എംപ്ലോയീസിന് മറ്റു ചില അവകാശങ്ങളൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നോട്ടീസ് പീരീഡ്. നമ്മളെ ചുമ്മാതെ നാളെ മുതൽ വരണ്ട അല്ലെ ഇന്ന് മുതൽ വരണ്ട എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അപ്പം അവിടെ ഒരു നോട്ടീസ് പീരീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ നോട്ടീസ് പീരീഡും നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്പീരിയൻസ് അവിടുത്തെ എക്സ്പീരിയൻസിന് അനുസരിച്ചാണ്. അതായത് 1 മാസം മുതൽ 2 വർഷം വരെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കമ്പനിയിൽ ഇത്രയും നാൾ വർക്ക് ചെയ്ത ആളാണ് എങ്കിൽ അറ്റ്ലീസ്റ്റ് 1 വീക്കിന്റെ നോട്ടീസ് പീരീഡ് കൊടുത്തിരിക്കണം. അതായത് 2 വർഷം വരെ ആയിട്ടുള്ളൂ എങ്കിൽ ഒരാഴ്ചത്തെ നോട്ടീസ് പീരീഡ് കൊടുത്താൽ മതി. ഇനിയും 2 വർഷവും 12 വർഷത്തിനും ഇടയ്ക്ക് വർക്ക് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഓരോ വർഷത്തിനും ഓരോ ആഴ്ച എന്ന കണക്കിൽ നോട്ടീസ് പീരീഡ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ 6 ഇയേഴ്സ് വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ ഓരോ വർഷക്കും ഓരോ ആഴ്ച എന്ന രീതി പറയുവാണെങ്കിൽ 6 വീക്സ് നോട്ടീസ് പീരീഡ് കൊടുത്തിരിക്കണം. അപ്പോൾ അത് ഏറ്റവും മിനിമം ആണ് പറയുന്നത്. അതിൽ കൂടുതൽ എത്ര വേണേലും കൊടുക്കാം നോട്ടീസ് പീരീഡ്. അതായത് ഇന്നപോലെ കമ്പനി ക്ലോസ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ റിഡൻഡന്റ് ആകും എന്നുള്ള അറിയിപ്പ് 6 വീക്സ് എങ്കിലും മിനിമം കൊടുത്തിരിക്കണം. 6 വർഷം വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ കമ്പനിയുടെ മാനേജ്മെന്റ് കൊടുത്തിരിക്കണം ആ എംപ്ലോയിക്ക്. ഇനിയും 12 ഇയറോ അതിന് മുകളിലോ വർക്ക് ചെയ്ത ആൾക്ക് മിനിമം 12 വീക്സ് നോട്ടീസ് പീരീഡ് കൊടുത്തിരിക്കണം കമ്പനി. അതായത് ഇന്ന ആള് സ്ഥാപനം ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഈ ആളുടെ ജോലി പോകും എന്ന് 12 ആഴ്ച എങ്കിലും മിനിമം നോട്ടീസ് പീരീഡ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇതാണ് നോട്ടീസ് പീരീഡിന്റെ കണക്ക്. ഇനിയും കമ്പനി ചില കൺസൾട്ടേഷൻസ് നടത്തും. അതായത് ഈ ജോലി നഷ്ടമാകുന്ന എംപ്ലോയീസുമായിട്ട് എംപ്ലോയർ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് മീറ്റിംഗ് പോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ജോലി നഷ്ടമാകുന്നതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ജോലി നഷ്ടമാകാൻ പോകുന്നതെന്നും എന്തൊക്കെ അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് ഈ റിഡൻഡൻസിക്കുള്ള എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു മീറ്റിംഗ് കൺസൾട്ടേഷൻ നടത്താം. ഇനിയും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും എംപ്ലോയ്മെന്റ് സാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് ഈ കമ്പനിക്ക് ഈ റിഡൻഡന്റ് ആകുന്ന എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 4 ബ്രാഞ്ച് ഉള്ള ഒരു കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ക്ലോസ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു ബ്രാഞ്ചിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ഒരാൾക്ക് അവരുടെ സിസ്റ്റർ ബ്രാഞ്ച് നെക്സ്റ്റ് ബ്രാഞ്ചിൽ ഈ സെയിം പോസ്റ്റ് സെയിം സാലറിക്ക് ഓഫർ ചെയ്യാം അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ. അപ്പം അത് എംപ്ലോയിയുടെ ഇഷ്ടമാണ് അത് ചൂസ് ചെയ്യണോ വേണ്ടായോ എന്ന്. അപ്പോൾ എംപ്ലോയി ആ ബ്രാഞ്ച് ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്നും ഒത്തിരി ദൂരെ ആയിരിക്കാം ആ ബ്രാഞ്ച്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാതിരിക്കാം. അല്ല ട്രാൻസ്പോർട്ടേഷൻ ഓക്കെ ആണ് എങ്കിൽ ചൂസ് ചെയ്യാം. അപ്പം ആ ആൾ റിഡൻഡന്റ് ആവുന്നില്ല, ആ ആൾക്ക് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ ജോലി കിട്ടുന്ന ആൾക്ക് പിന്നെ റിഡൻഡൻസി എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ഓൾറെഡി ആളെ റിഡൻഡന്റ് ആക്കാതെ തന്നെ ട്രാൻസ്ഫർ ആക്കി, അവരുടെ മറ്റ് ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ആക്കി.
പക്ഷേ അത് എംപ്ലോയീൻ്റെ താല്പര്യമാണ് അത് ചൂസ് ചെയ്യണോ വേണ്ടായോ എന്ന്. എംപ്ലോയി അത് ചൂസ് ചെയ്തില്ല എങ്കിൽ ആൾ റിഡൻഡൻ്റ് ആകും, അവിടെ ജോലി കിട്ടത്തില്ല. അപ്പോൾ ആ സ്ഥാപനം തീർച്ചയായിട്ടും റിഡൻഡൻസി എമൗണ്ട് ഈ എംപ്ലോയിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ്. അല്ലാതെ മറ്റ് രീതിയിലുള്ള ഹെൽപ്പുകളും കമ്പനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും റെഫറൻസ് ലെറ്ററുകൾ വേറെ ജോലി അന്വേഷിക്കാനായിട്ട് കൊടുക്കാം, അവർക്ക് ജോലിക്ക് പോകാനായിട്ട് ജോലി കിട്ടാനായിട്ടുള്ള ഇൻ്റർവ്യൂസിന് വേണ്ടി അവർക്ക് ടൈം ഓഫുകൾ കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ CV-യിൽ എന്തെങ്കിലും അവർക്ക് അപ്ഡേറ്റ് ചെയ്തൊക്കെ കൊടുക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ സ്കില്ലുകളുടെ എന്തെങ്കിലും ക്ലാസ് അല്ലെങ്കിൽ കോഴ്സൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റ് പ്ലേസ്മെൻറ്റ് ഡ്രൈവ് പോലെ മറ്റ് പല കമ്പനികളുടെയും ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ലിസ്റ്റ് ഇവർക്ക് കൊടുക്കാം. അത് അവർക്ക് അപ്ലൈ ചെയ്ത് അവർക്ക് ജോലി കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കമ്പനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ചെയ്യണമെന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റൂൾ. അതെല്ലാം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ കമ്പനികളൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ ഓൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതായത് റിഡൻഡൻസി, സ്റ്റാറ്റ്യൂട്ടറി റിഡൻഡൻസി എമൗണ്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. അതിൻ്റെ കാര്യം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പം ആരുടെയും ആരും ജോലി ചെയ്യുന്ന കമ്പനി ക്ലോസ് ആവാതെ ഇരിക്കട്ടെ, ആർക്കും ജോലി നഷ്ടമാകാതിരിക്കട്ടെ. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നാൽ എത്രമാത്രം നമുക്കിവിടുന്ന് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ